പ്രിയമുള്ളവരെ, അതിഭീകരമായ ഒരു പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ രാത്രിയിൽ വയനാട് ഡിസ്ട്രിക്റ്റിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലുണ്ടായ പ്രകൃതി ദുരന്തത്തെക്കുറിച്ച് നിങ്ങൾ ഇതിനോടകം അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ. വലിയ മണ്ണിടിച്ചിലും പേമാരിയിലും പെട്ട് അനേകം ഭവനങ്ങൾ നഷ്ടപ്പെട്ടു, അനേകം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടതായിട്ടാണ് നമ്മൾ അറിയുന്നത്. ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന കണക്കുകൾ അനുസരിച്ച് 100ഓളം പേരുടെ ജീവൻ ഇതിനോടകം തന്നെ പൊരിഞ്ഞു കഴിഞ്ഞു. അനേകം ആളുകളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വലിയൊരു ദുരന്തത്തിന്റെ മുഖത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിലും ഇതുപോലെ പ്രകൃതി ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലയ്ക്കാത്ത പേമാരിയിൽപ്പെട്ട് അനേകർക്ക് അപകടങ്ങൾ സംഭവിക്കുന്നു. ഇത്തരുണത്തില് നമ്മളുടെ ഈ ദുരിതം അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങളോട് അഗാധമായ ദുഃഖവും അനുശോചനവും കത്തോലിക്ക കോൺഗ്രസിന്റെ പേരിൽ അറിയിക്കുകയും ചെയ്യുകയാണ്. മാനവികതയുടെ, സ്നേഹത്തിന്റെ, കൂട്ടായ്മയുടെ ഒരു പ്രകടനത്തിന്റെ അവസരം കൂടിയാണിത്. നമ്മളൊക്കെ മനുഷ്യരാണ്. നമുക്ക് ആർക്കും സംഭവിക്കാവുന്ന ഒരു ദുരന്തമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദുരിതത്തിൽപ്പെട്ടവരോട് കൂടെ നിൽക്കുവാനും മാനവികമായി ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുവാനും സ്നേഹബുദ്ധിയ ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. ഗവൺമെന്റ് ഏജൻസികളൊക്കെ വളരെ സത്വരമായി ഉണർന്ന് പ്രവർത്തിക്കുന്ന കാണുന്ന സന്തോഷമുണ്ട്. ഗവൺമെന്റിന്റെ നിർദ്ദേശമനുസരിച്ച് ജില്ലാ കളക്ടറുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നമുക്കും സാധിക്കുന്ന സഹായങ്ങൾ ഈ ദുരന്തമുഖത്ത് ഒരുമിച്ച് ചേർന്ന് നിന്ന് ചെയ്യാം. കത്തോലിക്ക കോൺഗ്രസിലെ എല്ലാ പ്രവർത്തകരോടും എല്ലാ യൂണിറ്റ് അംഗങ്ങളോടും ഈ അവസരത്തില് പ്രത്യേകമായി ഉണർവോടെ പ്രവർത്തിക്കുവാനും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി സാധിക്കുന്ന മനുഷ്യസാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്നും ഞാൻ വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രകൃതി ദുരന്തത്തില് നമ്മൾ മനുഷ്യരെല്ലാവരും ഒറ്റക്കെട്ടാണെന്ന ചിന്തയോടെ പരസ്പരം സഹായിക്കാം. അതുപോലെ കൂടുതൽ ദുരന്തങ്ങൾക്ക് ഇരയാകാതിരിക്കുവാൻ എല്ലാവരും വളരെ ശ്രദ്ധിക്കുവാനും ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കുവാനും എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഫാദർ ഫിലിപ്പ് കവിയിൽ, കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ.